ആഫ്റ്റർ ഐ ലോസ് മൈ ബ്രദർ ഓഫ് കോഴ്സ് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇവക്ക് പ്രാന്താണ്. പക്ഷെ നാണമില്ലേ, അങ്ങനത്തെ ഒരു സംഭവത്തിലായിരുന്നു തന്നെ. ഞാൻ പറയാം, അത് ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷനായിരുന്നു. ഏകദേശം ഞങ്ങളൊരു 2.5 വർഷത്തെ പ്ലാനായിരുന്നു ഒരു ക്യാമ്പ് എന്ന് പറയുന്നത്. സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് പലതും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നിലെ ഞങ്ങളൊരു 3-4 മെമ്പേഴ്സ് കൂടി പ്ലാൻ ചെയ്തായിരുന്നു ഇങ്ങനൊരു ക്യാമ്പിനെ പറ്റി. ഡിഫറെൻ്റ് ആയ ആൾക്കാരെ കാണുക, സംസാരിക്കുക, പുതിയ ആൾക്കാരോട് കാണുക, എന്തൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും, പിന്നെ കേൾക്കാൻ ഒരാൾ, അതെപ്പോഴും അടിപൊളി തന്നെയല്ലേ. കാരണം നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് പോയിട്ട് എന്ത് ചെയ്യാനാ, പോകെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ക്യാമ്പ് എന്നുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തി, നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ട് ഓരോ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗൈസ്, നമ്മൾ ഓരോരുത്തരുടെ പേരെന്തായിരുന്നു? നെയിം തങ്കപ്പൻ, കുഞ്ഞിക്കിളി. പേരായിട്ടില്ലേ? വേഗം ഞാൻ തിരിച്ചെല്ലാവരുടെ അടുത്ത് ചോദിച്ചു വരുമ്പോ പേരാക്കിക്കോട്ടോ. ആമി, അമ്പിളി, ക്ലിഞ്ചോ. പേരെന്താണ് താങ്കളുടെ? ചിരി. പേരെന്താ? ശംഖു. കുടുക്ക. യെസ്. ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നമ്മുടെ 10th ഡേ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കുന്നിൻ്റെ മേലേക്ക് പോകാം കേട്ടോ. നല്ല കിളിനാദം. കുറേ നാളെ ഞാൻ സൺറൈസ് കണ്ടിട്ട്, അതുകൊണ്ട് കുന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കയറട്ടെ. ഗൈസ്, ഫൈനലി റീച്ച്ഡ്. പാഷനേറ്റ് ഈസ് ഈസി, പക്ഷെ ആ പാഷൻ പ്രൊഫഷനാക്കുക, കരിയറിലേക്ക് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കഷ്ടപ്പെടുന്നതായിരിക്കില്ല. കുറേ അധികം കഷ്ടപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത ഒരു കാലം എല്ലാവരെയും പോലെ എനിക്കും ഉണ്ടായിരുന്നു. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഐ ലോസ് മൈ ബ്രദർ ഓഫ് കോഴ്സ് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എൻ്റെ പാഷൻ്റെ പുറകെ പോകാനായിട്ട്. ഞാൻ ഐ ഹാവ് ടു ഗോ ഫോർ വർക്ക്. അതുകൊണ്ട് തന്നെ ഐ ചൂസ് MBA ബിക്കോസ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളൊരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരോട് സംസാരിക്കുക എന്നുള്ളതാണ്. സോ HR ഇസ് ദി നൈസ് ഓപ്ഷൻ എന്നുള്ളൊരു കാര്യം എൻ്റെ ഉള്ളിൽ തോന്നിയത് കൊണ്ട് ഐ ചൂസ് എൻ HR. അങ്ങനെ HR ആയി. ഞാൻ MBA ചെയ്ത് HR ആയി. അങ്ങനെ ഒരു 3 years ഐ വർക്ക്ഡ് ആസ് സീനിയർ HR എക്സിക്യൂട്ടീവായിട്ട് വർക്കും ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അതിൽ മെയിനായിട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യം ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഞാൻ ചില സമയത്ത് എൻ്റെ ജോബിൽ പോകുന്ന ബ്രേക്ക് ടൈമിലായിരിക്കും ഞാൻ ഡാൻസ് ചെയ്യുക. ആ സമയത്ത് ഈ പറയുന്ന ടിക്ടോക്കൊക്കെ ആയിരുന്നു. പക്ഷെ അന്ന് എല്ലാവർക്കും പുച്ഛമുണ്ടായ ഒരു സാധനമാണ് ടിക്ടോക്ക് ചെയ്യുന്ന ഒരു സാധനം. നമ്മൾ ഫോണിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവക്ക് പ്രാന്താണ്. പക്ഷെ നാണമില്ലേ, അങ്ങനത്തെ ഒരു സംഭവത്തിലായിരുന്നു എന്നെ. കൊളീഗ്സ് ആയിരുന്നു. കോവിഡ് ടൈമിന് കുറച്ചുകൂടെ മുന്നേ ആയിരുന്നു ഈ മ്യൂസിക്കലി ടിക്ടോക്ക് ഒക്കെ ഭയങ്കര സംഭവമായിരുന്നു. ആ സമയത്ത് ചെയ്യുമ്പോൾ ഒക്കെ വൻ പുച്ഛായിരുന്നു. എസ്പെഷ്യലി ഞാൻ തമിഴ്നാട് കോയമ്പത്തൂരിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവരിങ്ങനെ അങ്ങനെ ചുമ്മാ അങ്ങനെ കളിയാക്കുകയൊക്കെ. ബിക്കോസ് ഞാനൊരാൾ മാത്രമേ ലേഡി ആയിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ ടീമിൽ. അപ്പോൾ ഭയങ്കര ആട്ടിലായിരുന്നു. പക്ഷെ ഞാനതൊന്നും സ്റ്റോപ്പ് ചെയ്തില്ല. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ആ സമയത്ത് സന്തോഷം തരുന്ന ആ ഒരു കാര്യം മാത്രമായിരുന്നു. ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം രാമു പറഞ്ഞ പോലെ തന്നെ കൺസിസ്റ്റൻസി അതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിളാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക്. കാരണം ഞാൻ ആരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടേ ഇരുന്നു. അത് എനിക്ക് ആ സമയത്ത് ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ഒന്നും എനിക്കത് മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും എനിക്കതിലുണ്ടായിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യം ശരിയാണ്, അതിൽ നിന്ന് നമ്മൾ പൈസ ഉണ്ടാക്കിയാൽ മാത്രമേ ആരെങ്കിലും അത് അക്സെപ്റ്റ് ഓക്കെ അതിൽ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോഴാണ് എല്ലാവരും സത്യം പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ബട്ട് താങ്ക്ഫുള്ളി എൻ്റെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ബിക്കോസ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് വന്നിട്ട് ഇത് ഞാൻ മൊത്തത്തിൽ എടുക്കാനായിട്ട് അവർക്കൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ആ സമയത്ത് എൻ്റെ ബോയ് ഫ്രണ്ട്, അതായത് എൻ്റെ ഹസ്ബൻഡ്, ഇപ്പോഴത്തെ എൻ്റെ ഹസ്ബൻഡ്, അന്ന് എൻ്റെ ബോയ് ഫ്രണ്ട് എനിക്ക് അത്രയും എന്നെ ഞാൻ ഇങ്ങനെ ഒന്നൊക്കെ അച്ചീവ് ചെയ്യാൻ മെയിൻലി എൻ്റെ കാര്യം അവൻ പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ലിമിറ്റേഷൻസ്, പക്ഷേ എൻ്റെ ലിമിറ്റേഷൻ ഇൻ ദ സെൻസ് എനിക്ക് ചെയ്യാൻ മടിയൊന്നുമില്ല, പക്ഷേ നമുക്ക് ഈ ജോബ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഇതുപോലെ എൻ്റെ ഈ ഒരു ഇൻകം എനിക്ക് ഈ എൻ്റെ പാഷനിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ ഡാൻസിലേക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അതിൽ നിന്ന് കിട്ടുമോ എന്നുള്ള എൻ്റെ ഒരു പേടി. ഒരു വർഷം ഞാൻ അതെടുത്തു സമയം. കാരണം ഈ ഫീൽഡിലേക്ക് വന്നിട്ടും ഞാൻ 1 year കഴിഞ്ഞിട്ടാണ് ജോബ് ക്വിറ്റ് ചെയ്തത്. 5 years ആയി, 4 years കഴിഞ്ഞ് 1 year കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ തിങ്ക് ചെയ്ത് തുടങ്ങി, ജോബ് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവമേ ഒന്നും കിട്ടാതിരിക്കുമോ, ഒരു പൈസ കിട്ടാതിരിക്കുമോ, അപ്പം ഞാൻ എന്ത് ചെയ്യും? ബിക്കോസ് ഐ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ മൈ പാരൻസ്. അപ്പോൾ എന്തായാലും എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, വെറുതെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ലൈക്ക് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഞാൻ ധൈര്യത്തോടെ ജോബ് ക്വിറ്റ് ചെയ്തു. ഞാൻ പറയാം, അത് ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡിസിഷനായിരുന്നു. അപ്പോൾ ലൈക്ക് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ, എന്തെങ്കിലും വിചാരിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ, അയ്യോ എനിക്ക് ഇതില്ല എനിക്ക് അതിനുള്ള ഒരു ഇപ്പം ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് പ്രോപ്പർ നല്ലൊരു ഫോൺ പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ എനിക്കൊരു ഫോണൊന്നും ഇല്ല, ഞാൻ എങ്ങനെ ചെയ്യാനെന്ന് പറഞ്ഞാൽ മാറി നിന്നാൽ ഞാൻ അവിടെ ഇരിക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഏതോ ഒരു കമ്പനി ഏതോ ഒരു HR ആയിട്ട് എവിടെയോ, നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു വൃന്ദമായിട്ട് ഞാൻ എവിടെയോ ഇരുന്നേനെ. പക്ഷേ ഞാൻ അതൊക്കെ എൻ്റെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഞാൻ ചെയ്ത് തുടങ്ങി. ആൻഡ് ഇപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും കേൾക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഫ്രണ്ട്സൊക്കെ, പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന ഫ്രണ്ട്സൊക്കെ എന്നെ തപ്പിയെടുത്ത് ടെക്സ്റ്റ് ചെയ്തിട്ട് പറയും, നിൻ്റെ ഫ്രണ്ടാന്ന് പറയുന്നതാണ് ഇപ്പോൾ ഭയങ്കര ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്ന കാര്യം, പ്രൗഡായിട്ട് തോന്നുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ആൻഡ് അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പുതുക്കാനൊക്കെ വരുമ്പോൾ വാട്ടെവർ ഇൻറ്റൻഷൻ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അത് വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ലൈക്ക് നമ്മളെന്തോ അച്ചീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഐ ആം ലേണിങ്. ലൈക്ക് ഇപ്പോൾ ഇനിയൊന്നും നെക്സ്റ്റ് ഇല്ല എന്നുള്ളത് അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ ഈ വന്ദിക്കുന്നത് പോലും അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇത് സ്റ്റോപ്പായി അച്ചീവ് ചെയ്തു എന്നുള്ളതല്ല, വാട്ട് ഈസ് നെക്സ്റ്റ് ലെവലപ്പ് ചെയ്യാം, യെസ് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളതിൽ മുന്നോട്ട് പോകുന്നു. ഓഫ് കോഴ്സ് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ ഒബ്സ്റ്റക്കിൾസ് വരും. ആ ഹഡിൽസ് ഓവർകം ചെയ്ത് ഞാൻ ഇനിയും ഉയരത്തിൽ ഞാൻ എത്തും എന്നെ ഒരു കോൺഫിഡൻസ് അല്ലേ, അതാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നത്. അതാ നമ്മുടെ കോൺഫിഡൻസ് ആണ്. ദാറ്റ് ഈസ് ദി ഓൺലി തിങ്. കാശ് എപ്പോഴും ഉണ്ടാകാം, പക്ഷെ നമുക്ക് സമാധാനം ഹാപ്പിനെസ്സും കിട്ടണമെങ്കിൽ നമ്മൾ ജെന്യൂനായിട്ട് എല്ലാവർക്കും അപ്രോച്ച് ചെയ്യണം. പിന്നെ വേറൊരു സംഭവം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആൾക്കാരെയും നമുക്ക് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. പല പേഴ്സൺസിൻ്റെയും കാഴ്ചപ്പാടുകളും ഡിഫറൻസ്. ഞാനൊരു എങ്ങനെ പറഞ്ഞാൽ എൻ്റെ വേവലിംഗത്തുള്ള ഇതുവരെ ഒന്നും ആരും കണ്ടിട്ടില്ല ഞാൻ സത്യം പറഞ്ഞാൽ. നിങ്ങളെ കണ്ടപ്പോഴാണ് എന്തൊക്കെയൊക്കെയോ ചെയ്യാം. ഇപ്പോൾ വൃന്ദിനെ കണ്ടപ്പോൾ അങ്ങനെ ഡാൻസ്, പിന്നെ അതുപോലെ തന്നെ ഓരോ ടാലൻ്റുള്ള ആൾക്കാരാണ്. പക്ഷെ അവരിന് ഒരുപാട് പഠിക്കാൻ പറ്റി ഇവിടെ വന്നപ്പോൾ. I believe in God. അപ്പം God gives people at the exact time you need them. ഫ്രണ്ട്സിൻ്റെ രൂപത്തിലായിരിക്കും, മേ ബി സ്ട്രേഞ്ചേഴ്സിൻ്റെ രൂപത്തിലായിരിക്കും. യു ഗെറ്റ് ദം ഇൻ യുവർ ലൈഫ് വെൻ യു നീഡ് ദം. വാണ്ട് അല്ല, നീഡ് ദം. സോ ഐ ഹവ് ലേൺ ദാറ്റ് ഫ്രം മൈ ലൈഫ്. അപ്പോൾ ഓരോ കുഞ്ഞു സിറ്റുവേഷൻ ആണെങ്കിലും ഒരാളല്ല പലരായിട്ടാണ് എൻ്റെ ലൈഫിൽ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. സോ യാ, ദാറ്റ്സ് മൈ ആൻസർ. ഓൾറൈറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ റീൽ ഷൂട്ട് ചെയ്യാൻ പോവാണ്. കം ഓൺ. ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് ആലോചിച്ച് എന്നൊരു ഫ്രണ്ടാണ് കൊണ്ടാക്കി. അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു, ഈശ്വര ആരെയും അറിഞ്ഞൂടാ, വേണ്ടായിരുന്നു, നിർത്തിപ്പോയി, എന്തിനിറങ്ങി, ആ മൈൻഡിലാണ് കയറിയത്. അത് ഞാൻ മറന്നേ പോയി അങ്ങനെ ഒരു സംഭവം നടന്നായിരുന്നു. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോഴാണ് അതെനിക്ക് കണക്ട് ആയത്. പിന്നെ നല്ല അനുഭവമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചൊരു സംഭവം അല്ല എന്ന് വേറെ എന്തോ ആയിരുന്നു. എനിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ റിയലി നീഡഡ് ദിസ് ബ്രേക്ക് ആൻഡ് ഐ എം സോ ഹാപ്പി ഞാൻ വന്നതിൽ. അല്ലെങ്കിൽ ശരിക്കും ഇത് റിഗ്രറ്റ് ചെയ്തേനെ. അതിപ്പോൾ നിങ്ങൾ ഓർഗനൈസേഴ്സ് ആണെങ്കിൽ യു ഗൈസ് മെയ്ഡ് എ സോ കംഫർട്ടബിൾ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ട്രേഞ്ചേഴ്സ് ഒന്നും അല്ല, ഒരു ഫാമിലി പോലെയാണ് ഫീൽ ചെയ്ത്. അത്രയും കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ, പക്ഷെ നല്ല രസമായിരുന്നു, എൻജോയ് ചെയ്തു.
ഇനിയും വേണം. ആദ്യത്തെ ക്യാമ്പാട്ടോ അതെൻ്റെ. പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കാറുണ്ട്. ഫസ്റ്റ് ഞാൻ വരുമ്പോൾ ഞാൻ നോക്കി എങ്ങനെയാണ് എന്താണെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ പേജിലൊക്കെ കയറി നോക്കിയപ്പോൾ ആ ഒരു 2-3 വീഡിയോയും ഒരു ഫോട്ടോസൊക്കെ ഉള്ളൂ. ഇനി എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എങ്ങനെ ആയിരിക്കും, ആരൊക്കെ ആയിരിക്കും, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പിന്നെ ആൾ വിളിച്ച് കോളിങ്ങിൽ മാത്രമേ എല്ലാം കണ്ടിട്ടുള്ളൂ. സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് തോന്നിയില്ല. ഇപ്പോൾ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കുറേ നാൾക്ക് ശേഷം നല്ലൊരു ഒന്ന് ഫ്രീ ആയി. കുറേ നാളുകൾക്ക് ശേഷം അടിപൊളിയായിരുന്നു. ഇവരെല്ലാവരും മീറ്റ് ചെയ്തതിൽ എല്ലാവരും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പുതിയത് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം ചെയ്ത കുറേ ആക്ടിവിറ്റീസ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. താടിക്കാരൊന്നും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇനി കുറേ കാര്യം പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് അടുത്ത ക്യാമ്പിലൊക്കെ ട്രൈ ചെയ്യാം. ഞാനൊരു ബ്രേക്കിനാണ് ഇറങ്ങിയത്, ഒരു വീക്കെൻഡ് ബ്രേക്കിന്. വർക്കൊക്കെ തലക്കി പിടിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതായിരുന്നു. സോ ഇറ്റ് വാസ് എ ഗുഡ് ബ്രേക്ക്. ഞാൻ കുറേ ക്യാമ്പ്സിനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഇറ്റ് ഓൾസോ വി പാർട്ട് വേസ് ആസ് സ്ട്രേഞ്ചേഴ്സ് ഒക്കെ. പക്ഷേ ഇവിടെ അങ്ങനെ തോന്നിയില്ല. ദാറ്റ് വാസ് ദി ബിഗസ്റ്റ് ഹൈലൈറ്റ് ഫോർ മീ. ഞാൻ എക്സ്പെക്ട് ചെയ്തത് വന്നു, ഒത്തിരി ആളുകൾ കാണും, അപ്പോൾ ഐ വിൽ ബി ഓൺ മൈ ഓൺ. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയോടെ ഞാൻ വന്നത്. പക്ഷേ അത് ഞാൻ പ്രതീക്ഷയെന്നല്ല, ലൈക്ക് ഐ ഹാവ് സറണ്ടേഡ്. ഏത് ക്യാമ്പിനായാലും ഒത്തിരി ആളുകളാണ്, അപ്പോൾ ഈ ഒരു ബോണ്ടിങ് നടക്കില്ല. ഐ എം ഹാപ്പി ദാറ്റ് ദിസ് ഈസ് എ സ്മോൾ ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ ആരോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എത്ര പേരുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരു 10-20 പേരുണ്ട്. ഞാൻ ഐ വാസ് ഹാപ്പി. ഞാൻ യൂഷ്വലി പോകുന്ന ഇവിടെ സൂര്യനെല്ലിയിൽ അടുത്തുള്ള 2-3 ക്യാമ്പിലൊക്കെ പോകുമ്പോൾ ആ ഏരിയ തന്നെ 2-3 ഏക്കർ പോലെ കാണും, മൾട്ടിപ്പിൾ ലെയേഴ്സ്. ചിലപ്പോഴൊക്കെ ഒരു ബസ് തന്നെ ഒന്ന് ഇറങ്ങും, കോളേജ് ബസ്സോ അങ്ങനെ ഒരു വന്നിട്ട് മിനിമം ഒരു 50-60 പേര് കാണും. അപ്പോൾ യു കാൺട്ട് ഈവൻ 1-2 പേരെടുത്ത് സംസാരിച്ച് നമ്മളൊരു ബോണ്ടിങ് ഉണ്ടായെന്നല്ലാതെ ഇറ്റ്സ് യൂഷ്വലി ലൈക്ക് യു ആർ ഓൺ യുവർ ഓൺ. പക്ഷേ ഇവിടെ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്.